പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ പരിശുദ്ധ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയാ. സന്തോഷമാണോ? നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒരുമിച്ച് കൂടുകയാണ്. കർത്താവാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത്, കർത്താവാണ് നമ്മളെ നയിക്കുന്നത്. ദൈവം തരുന്ന സ്നേഹവും കർത്താവിൻ്റെ കരുണയുമാണ് ഇപ്രകാരം ഒരുമിച്ച് വരാൻ നമ്മളെ സഹായിക്കുന്നത്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഒരു വചനം വായിക്കാം. പ്രഭാഷകൻ 32:14. പ്രഭാഷകൻ 32:14. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും എന്ന് പറയാം. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. ഒന്നുകൂടെ പറയാം. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. ഒന്നുകൂടെ പറയാം. പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. ഹല്ലേലൂയാ. ഇനി മറ്റൊരു വചനം കൂടി വായിക്കാം, മറ്റൊരു വാഗ്ദാനം. പ്രഭാഷകൻ 33:1. പ്രഭാഷകൻ 33:1. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ആമേൻ. എന്താണ് വചനം? കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ഇത് ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ. അപ്പോൾ ഇതൊന്ന് വായിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവൻ എന്ത് സംഭവിക്കില്ല? അനർത്ഥം സംഭവിക്കില്ല. ആമേൻ. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കില്ല, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ. എന്തെങ്കിലും ആപത്ത് ഉണ്ടായാൽ തന്നെ ദൈവം അവിടുന്ന് അവനെ രക്ഷിക്കും. ഈ അനുഭവം ഉണ്ടായിട്ടുള്ളവരെന്ന് കൈവെക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മിക്കവാറും എല്ലാവരുടെ അനുഭവം അതാണ്. അതായത് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് കാത്തു പരിപാലിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ആപത്ത് വന്നാൽ അവിടുന്ന് എന്ത് ചെയ്യും? അതിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. 91-ാം സങ്കീർത്തനം. 91-ാം സങ്കീർത്തനം. ഇത് ആത്മാവിലൊരു പ്രേരണ അനുസരിച്ചാണ് ഈ വചനങ്ങൾ വായിക്കുന്നത്. അതുകൊണ്ടത് വായിച്ചോളൂ. വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില തിന്മകൾ മാറിപ്പോവാനാണ്. സങ്കീർത്തനങ്ങൾ
91 9-10 സാംസ് 91 വേഴ്സ് 9 and 10. സങ്കീർത്തനങ്ങൾ 91 ഉച്ചത്തിൽ നീ കർത്താവിൽ ആശ്രയിച്ചു. അതാണ് അതിനകത്തെ ബാക്കിയൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ പറയേണ്ടത് ഇതാണ്, നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. അതുകൊണ്ട് therefore, അതുകൊണ്ട് ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ. വചനം പറയാണ്, നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു, നിനക്കൊരു തിന്മയും. അതുകൊണ്ടാണ്. എന്താണ് കാരണം? അപ്പം അത് ഹൃദയത്തിൽ എഴുതുക, കർത്താവിൽ ആശ്രയം വെക്കുക. അവിടെ പറയുകയാണ്, വചനം വായിക്കാം, ഒന്നുകൂടെ വായിക്കാം. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടുന്നിൽ അങ്ങയിൽ നീ വാസം ഉറപ്പിച്ചു, ദൈവത്തിൽ വസിച്ചു. ദൈവത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് റോമർ 8:1. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല. കണ്ടോ? ഐക്യപ്പെടുന്നവർക്ക് നീ അത്യുന്നതനിൽ നിന്റെ വാസം ഉറപ്പിച്ചു, അതുകൊണ്ട് ഒരു തിന്മയും നിനക്ക് ഭവിക്കില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തോട് അടുക്കുകയില്ല. ഇവിടെ റോമർ 8:1 ഉച്ചത്തിൽ വായിക്കാം. വചനം ഉച്ചത്തിൽ വായിക്കാം, അഭിഷേകമാവട്ടെ. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ആർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്? എപ്പോൾ? അതാണ് എപ്പോഴും യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. Those who are united with Christ Jesus has no condemnation. യേശുക്രിസ്തുവിനോട് ഇപ്പോൾ, ഓൾവേസ്, എപ്പോഴും ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. മാത്രമല്ല, ശിക്ഷാവിധി ഇല്ലെന്ന് മാത്രമല്ല, അങ്ങനെ യേശുവിനോട് ആഴത്തിൽ ഐക്യപ്പെടുമ്പോൾ, യോഹന്നാൻ 15 എടുക്കാം. യോഹന്നാൻ 15. അങ്ങനെ കർത്താവിനോട് ഹൃദയത്തിൽ ഐക്യപ്പെടുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ 15:4 മുതൽ വായിക്കാം. യോഹന്നാൻ 15:4 മുതൽ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. കണ്ടോ? നീ അത്യുന്നതനിൽ നിന്റെ വാസമുറപ്പിച്ചു. അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ പറ്റണമെങ്കിൽ, നമ്മുടെ ജീവിതം കൊണ്ട് ഒരുപാട് പേർക്ക് അനുഗ്രഹമാകണമെങ്കിൽ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കണ്ണിൽ സമ്പദ് സമൃദ്ധമാകണമെങ്കിൽ, ഭൗതികമായ കണ്ണിലല്ല, ദൈവം കാണുമ്പോൾ, അല്ലേ? സീറോ മലബാർ സഭയുടെ കുർബാനയിലൊരു പ്രാർത്ഥനയുണ്ട്, സകല നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ. അങ്ങനൊരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ. അപ്പോൾ ഇതാണ് സഭ. എന്താണ്? സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭ. ഇതാണ് ഒരു വ്യക്തിയുടെ ജീവിതം. അങ്ങനെ ആവണം. അപ്പം എല്ലാ അർത്ഥത്തിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് വിളിക്കപ്പെടണം. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതം കൊണ്ട് ഫലം ഉണ്ടാവണം. നമ്മുടെ ജീവിതം നമ്മളെ കാണുകയും കേൾക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന എല്ലാവർക്കും ഫലം ഉണ്ടാവണം. അപ്പം അങ്ങനെ ആ ഫലം ഉണ്ടാകണമെങ്കിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും, നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കാപ്പി കുടിച്ചോ? രാവിലെ എന്തെങ്കിലും കഴിച്ചോ?
ഇല്ല. ഉപവാസമാണോ? അപ്പോൾ ഭയങ്കര പവറായിരിക്കും. അതായത് ചോദിക്കട്ടെ, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഈശോ നമ്മളിൽ വസിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈശോ നമ്മളിൽ വസിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ചുമ്മാ അതും ഇതും പറയാതെ. എൻ്റെ ദൈവമേ, ഇപ്പൊ വായിച്ചതേ ഉള്ളൂ. ചുമ്മാ അല്ല 9ാം ക്ലാസ്സിൽ തോറ്റത്. എന്താ കാര്യം പറ? നമ്മളിൽ ഈശോ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവനിൽ വസിക്കണം. അങ്ങനല്ലേ വായിച്ചേ? വായിക്കുന്ന ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ്. മനസ്സിലായോ? തൊട്ടു മുമ്പ് പറഞ്ഞില്ലേ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കാമെന്ന് വായിച്ചതേ ഉള്ളൂ. അപ്പോഴേ മറന്നുപോയി. നിങ്ങൾ അരണയുടെ കൂട്ടാണ്, അരണ വിട്ടെന്ന് പറഞ്ഞു. അപ്പോ ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ. അപ്പൊ ഈശോ നമ്മളിൽ വസിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈശോയിൽ വസിക്കണം. ഇനി നമ്മൾ ഈശോയിൽ വസിക്കുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നമുക്ക് വായിക്കാം. നമ്മൾ എങ്ങനെയാണ് ഈശോയിൽ വസിക്കുന്നത്? 7ാമത്തെ വാക്യം, നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കാനുള്ള ഒരു വഴിയാണിത്, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ അകത്ത് ദൈവവചനം കിടപ്പുണ്ടെങ്കിൽ നമ്മളിൽ ഈശോ ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിന്നാൽ, എൻ്റെ വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തിയാൽ, നിങ്ങൾ എൻ്റെ വചനം ധ്യാനിച്ചാൽ, നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിച്ചാൽ, അപ്പോൾ എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ. അപ്പൊ യേശുവിൽ വസിക്കാനുള്ള മറ്റൊരു വഴിയാണ് സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. യേശുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? സ്നേഹം മുറിയാതെ നോക്കണം. സ്നേഹം മുറിയാതെ നോക്കണം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, വെറുപ്പ്, കലഹം, ശത്രുത ഇതൊക്കെ ഉണ്ടാവാതെ, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ തന്നെ അതെന്ത് ചെയ്യുക? ക്ഷമിച്ച്, പ്രാർത്ഥിച്ച്, അനുഗ്രഹിച്ച്, സമർപ്പിച്ച്, സ്നേഹം മുറിയാതെ നോക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് നമ്മളോടുള്ള സ്നേഹം മുറിയാതെ നോക്കാൻ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം മുറിയാതെ നോക്കാൻ നമുക്ക് പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പം നിനക്ക് എന്നോടുള്ള സ്നേഹം മുറിഞ്ഞോ മുറിയാതിരിക്കുമോ എനിക്കൊന്നും ചെയ്യാനില്ല. ചിലപ്പോൾ നമ്മൾ എന്തോരം ആത്മാർത്ഥത കാണിച്ചാലും ചില ആളുകൾക്ക് അത് നെഗറ്റീവായിട്ട് തോന്നത്തുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ എന്തോരം നന്മ കാണിച്ചാലും ചില ആളുകൾക്ക് എല്ലാം നെഗറ്റീവായിട്ട് തോന്നും. അപ്പം അവർക്ക് നമ്മളോടുള്ള സ്നേഹം മുറിയാതിരിക്കാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് അവരോടുള്ള സ്നേഹം മുറിയാതിരിക്കാൻ നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഈ സ്നേഹം മുറിയാതിരുന്നാൽ ഈശോ പറയുകയാണ്, അപ്പോൾ ഞാൻ നിങ്ങളിൽ വസിക്കും. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ കരകയറ്റും. അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് കർത്താവിൽ വസിക്കാൻ, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ, അതിശക്തമായ ദൈവത്തിൻ്റെ കൃപ ഇന്ന് വെളിപ്പെടാൻ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ.